ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് സിമ്പിളായിട്ടുള്ള ഒരു ഞണ്ട് വരട്ടിയതാണ് കേട്ടോ. അപ്പോൾ ഞാനിതിങ്ങനെ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് അത് വീഡിയോ ചെയ്യുക എന്നുള്ളത് വിചാരിച്ചത്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ സ്റ്റാർട്ടിങ് ഞാൻ കാണിച്ചിട്ടില്ല. ഞാനതിൽ വലിയ ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ തന്നെ തക്കാളി ഇതെടുത്തിട്ട് നന്നായിട്ട് വഴറ്റുക. വഴറ്റിയതിന് ശേഷം അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഇത്ര ഇട്ടിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാനത് സ്റ്റാർട്ടിങ്ങിൽ ഇതിൻ്റെ ക്വാണ്ടിറ്റിയും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ 1 കിലോ ഞണ്ടാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഞാനൊരു 2 സവാള എടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തക്കാളി ഞാൻ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു 4 തക്കാളിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം എനിക്ക് നല്ല എരിവും പുളിയിലും ഉണ്ടാക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ ഞാനത് കുറച്ച് കൂടുതൽ തക്കാളി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം കൂടെ കൂടിയിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റുക. ഇത് വഴറ്റിയതിന് ശേഷമാണ് ഞാനിതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. കാരണം ആദ്യം തന്നെ പച്ചമുളക് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലത് നന്നായിട്ട് വാടിയിട്ട് പോകും. അപ്പോൾ അതിന് കുറച്ചും കൂടെ ഇതൊക്കെ വാടിയതിന് ശേഷമാണ് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തു. കറിവേപ്പിൻ്റെ ഇല ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഒന്നും കൂടെ നന്നായിട്ട് വഴറ്റി കൊടുത്തു. അതിനുശേഷം പുളി ഓപ്ഷനാണ്. ഞാനിതിൽ പുളി ഇട്ട് കൊടുക്കുന്നുണ്ട്. കാരണം എനിക്ക് ഞാൻ പറഞ്ഞല്ലോ നല്ലൊരു എരിവും പുളിയും വേണം ഞണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് ഞാനിതിൽ പുളി പിഴിഞ്ഞ് കൊടുക്കുന്നുണ്ട്. പുളി ഇഷ്ടമില്ലാത്ത ആളുകളാണ് എന്നുണ്ടെങ്കിൽ ആ തക്കാളിൻ്റെ പുളി തന്നെ മതി കേട്ടോ. അത് ഓപ്ഷണലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുളി ആഡ് ചെയ്യാം. അങ്ങനെ പുളിയും ചേർത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. ഇത് വഴറ്റി കൊടുത്തതിന് ശേഷം കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അതിന് ശേഷമാണ് ഞാൻ ഞണ്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എനിക്ക് ഞണ്ട് ഭയങ്കര ഇഷ്ടമാണ്. മക്കൾക്കും ഒക്കെ ഞണ്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഈ ഞണ്ട് കൊണ്ട് ഞാൻ ബിരിയാണിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. സംഭവം നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞണ്ട് കഴിക്കാൻ അറിയുന്ന ആളുകൾക്ക് അത് നല്ല ഇഷ്ടമായി തോന്നും. അതേ സമയത്ത് ഇത് കഴിക്കാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടും തോന്നും. ഇതിന് എങ്ങനെയാണ് ആ ഒരു പീസും കാര്യങ്ങളൊക്കെ ഉള്ളിൽ നിന്ന് കിട്ടുക എന്നുള്ളത്. പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും കഴിക്കും. ഞാനിതിൽ ഞണ്ടിട്ട് കഴിഞ്ഞു. ഞണ്ടിട്ടിട്ട് നന്നായിട്ട് ഒന്നും കൂടെ അത് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു. എനിക്കതിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് ഞാനത് വേവിക്കാൻ വെക്കുകയാണ് ചെയ്തത്. അപ്പം അത് വെന്ത് വരുന്നത് വരെ നിങ്ങളുടെ അടുത്ത് പറയാനുള്ളൊരു കാര്യം, ഇനി ആരെങ്കിലും എൻ്റെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഇത് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇത് നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് അമർത്തി കൊടുക്കുക. അപ്പോൾ നമ്മൾ ഞണ്ട് കറി ഇതാ തിളച്ച് വന്നിട്ടുണ്ട്. സംഭവം ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. വന്നതിന് ശേഷം ഞാൻ ചെയ്യുന്ന ചെറിയൊരു പൊടിക്കൈയാണ് ഒന്നും കൂടെ ടേസ്റ്റ് കിട്ടാൻ. അത് മീൻ കറിയിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. വെന്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യുക, അതിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും അതുപോലെ തന്നെ പച്ച വെളിച്ചെണ്ണയും ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നും കൂടെ ടേസ്റ്റ് കിട്ടും. ഈ ഒരു ഞണ്ട് നമ്മൾ ചോറൊക്കെ തിളപ്പിച്ച് കഴിഞ്ഞ് വെന്ത ഉടൻ ആ ഒരു ചൂടിലുള്ള ചോറിൽ ഇത് മാത്രം കുഴച്ച് ഇതിൻ്റെ ആ ഒരു ഗ്രേവിയും കൂട്ടിയിട്ട് കുഴച്ച് തിന്നാൽ നല്ല ടേസ്റ്റാണ്. എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. എന്തായാലും ഒരു വട്ടം ടേസ്റ്റ് ചെയ്ത ആളുകൾ തീർച്ചയായിട്ടും ഇത് വീണ്ടും വീണ്ടും കഴിക്കും. അതുപോലെ ഒരു കാര്യം കൂടെ നിങ്ങളുടെ അടുത്ത് പറയാനുണ്ട്. എൻ്റെ ഈ ഒരു ചാനലിന് എൻ്റെ ഒരു വീഡിയോസിനും കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് കമൻറ്റ് ഇടാം. നിങ്ങളെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ പറയാം. ഞാൻ പറഞ്ഞു എല്ലാതും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളൊരു ചാനലാണിത്. ഒരു ഫുഡ് ബ്ലോഗോ അതല്ലെങ്കിൽ ഒരു മോട്ടിവേഷൻ ക്ലാസ്സോ മാത്രമല്ല, എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ചോദിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ഇടാനും മറക്കരുത്. ഇതിൻ്റെ കൂടുതൽ ഞണ്ട് കറീനെ കുറിച്ചിട്ടും അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എനിക്കും കൂടെ പറഞ്ഞു തരാം. ഇതിൽ കമൻറ്റ് ഇടുമ്പോൾ അത് മറ്റുള്ളവർക്കും കൂടെ ടിപ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് യൂസ്ഫുൾ ആവും. അപ്പോൾ ഓക്കെ, താങ്ക് യു.